ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ബജാജ് ഫിനാൻസിലൊരു ഷോർട്ട് സെല്ലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ രാവിലെ ടെലിഗ്രാം ചാനലൊരു ബൈ ചാൻസ് നോക്കുന്നു എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ബൈ കിട്ടിയില്ല. ബൈ ചെയ്യാനുള്ള റീസൺസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബജാജ് ഒരു സെൽ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പം ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലൊരു ഡൗൺവേർഡ് ചാനൽ, ഇതൊരു ചാനൽ പാറ്റേൺ ആണ്. സോ ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം സപ്പോർട്ടിലൊക്കെയാണ്. പക്ഷേ സെയിം ടൈമിൽ ബജാജ് നല്ല വീക്കായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ സെല് ചെയ്തത്. പക്ഷേ അതേ സമയത്ത് ബജാജ് ഒരു സെൽ സൈഡിലോട്ട് പോയിട്ടുണ്ട്. സോ പ്രോബബ്ലി നമുക്ക് സെൽ സൈഡിൽ ബെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇപ്പം ഞാൻ സെല്ല് ചെയ്യാനുള്ള മേജർ റീസൺ, അപ്പോൾ ഞാൻ രാവിലെ ബൈ പറഞ്ഞതിൻ്റെ മേജർ റീസൺ, ഇവിടെ ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ടാണ്. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇവിടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും കൂടി കിട്ടും. സോ പ്രോബബ്ലി ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ടായിട്ട് എൻഡ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇപ്പം ഏതാണ്ട് 200 റുപ്പീസിന് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഓക്കെ, അപ്പം ഞാൻ എൻട്രി ചെയ്ത ലെവൽ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്തത് 6799 ഓക്കെ. സ്റ്റോപ്പ് ലോസ് പ്രോബബ്ലി ഈ ഒരു 44 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് 90 പോയിൻറ്റ്സ്. ഓക്കെ, ഈ കൗണ്ട് മുന്നെയാണ് ഷോർട്ട് ചെയ്തത്. എന്തായാലും ലെറ്റ് സി, നമുക്ക് ടാർഗറ്റ് ഇറ്റാവും നോക്കാം. ഇപ്പോൾ 200 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ബയേഴ്സ് അപ്പ് സൈഡ് ആയിരുന്നു, ഞാൻ ബുള്ളിഷ് ആയിരുന്നു നോക്കിയത്. പക്ഷേ പെട്ടെന്ന് നമ്മുടെ വ്യൂ ചേഞ്ച് ആയി. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം, ട്രേഡ് എങ്ങനെ പോകുമെന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു ഫോളോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അറൗണ്ട് 1000 റുപ്പീസ് അടുപ്പിച്ച് പ്രോഫിറ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഈ ഒരു ട്രേഡ് ഞാൻ 1:2 ആണ് നോക്കുന്നത്. അപ്പം തിരിച്ചു പോയി സ്റ്റോപ്പ് ലോസ് ഇട്ടായാൽ എനിക്ക് 2000 രൂപ ലോസ് വരും. അതുപോലെ തന്നെ എനിക്ക് ടാർഗറ്റാണ് ഇറ്റാവുന്നുണ്ടെങ്കിൽ 4000 പ്രോഫിറ്റും കിട്ടും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ട്രേഡ് പോകുന്നതനുസരിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ രാവിലെ ബൈ സെറ്റപ്പ് നോക്കിയതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ബയേഴ്സ് മാറ്റിയിട്ട് സെൽ സൈഡിലോട്ട് പോയതും എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. സോ ഗൈസ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇറ്റായി 2024 രൂപ ലോസ് ആണിന്ന്. നമ്മൾ എൻട്രി ചെയ്തത് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് മുന്നേ ആണ്. എക്സാക്ട്ലി ഈ ഒരു ബ്രേക്ക് ഔട്ടിന് തൊട്ട് മുന്നെയാണ് എൻട്രി ചെയ്തത്. ബ്രേക്ക് ഔട്ട് വന്നു, ഒരു ഫോളായി, പിന്നെ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആണ് കാണിച്ചത്. അപ്പോൾ ഒന്ന് നമ്മൾ ഡീപ്പായിട്ട് നോക്കുവാണെങ്കിൽ ബജാജ് ഇന്ന് കുറച്ച് രാവിലെ ബെയറിഷ് തന്നെയായിരുന്നു. ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് കാണാം. സോ ഓക്കെ, കറക്റ്റ് 12:30 വരെ ഫ്ലാഗാണ് ക്രിയേറ്റ് ചെയ്തത്. നമുക്കൊരു ഇവിടെ ഒരു പോളുണ്ട്, പിന്നെ ബാക്കി ഫ്ലാഗാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ചിട്ടൊരു ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഈ ഫ്ലാഗ് ബ്രേക്ക് ഔട്ടായിട്ട് നല്ലൊരു ഫോള് വരാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ടെലിഗ്രാം ചാനലിൽ മെൻഷൻ ചെയ്തതാണ് ഞാൻ ഇന്ന് ബൈ സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ എന്ന്. പക്ഷേ ഞാനത് പെട്ടെന്ന് തന്നെ സെല്ലിലോട്ട് മാറി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു നല്ലൊരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ സെല്ല് ചെയ്തു. ഒരു 12:30 വരെ ഇതൊരു ബെയറിഷ് തന്നെയായിരുന്നു. ഇങ്ങനൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നോർമലി ഒരു ഫോൾ വരാൻ, ഈ ഒരു ആംഗിളിൽ ഫോൾ വരാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മളിപ്പം നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ രാവിലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിഫ്റ്റി ഒരു നല്ലൊരു ഡൗൺവേർഡ് ചാനലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു നിഫ്റ്റിയിലൊരു ബ്രേക്ക് ഔട്ട് വന്ന് ആ ഒരു മൊമെൻറ്റത്തിലാണ് ബജാജും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് തന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കറക്റ്റ് 12:30-ക്കാണ് ഇവിടെ നിന്നൊരു ടേൺ സംഭവിച്ചത്. ആദ്യം ഒരു അപ്സൈഡ് പോയി. അപ്പം നോർമലി ഇത് താഴെ വരെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ബജാജ് ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വരാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു. ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ബജാജ് നല്ല രീതിയിൽ ടാർഗറ്റ് വരെയെങ്കിലും ഒരു മൂവ്മെൻറ്റ് തരണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു നിഫ്റ്റിയുടെ ഒരു മൊമെൻറ്റം ഷിഫ്റ്റാണ്. ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെൻറ്റത്തിൽ ഏതാണ്ട് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് 300 പോയിൻറ്റ്സ് 320 പോയിൻറ്റ്സോളം നിഫ്റ്റി മൂവ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെയാണ് ബജാജ് കയറിപ്പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ നേരത്ത് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നെൻ്റെ ലോസാണ്. ഈ ആഴ്ചയുടെ ആദ്യത്തെ ട്രേഡാണ്. 2000 രൂപ ലോസാണ്. സോ ഹാപ്പി ലോസാണ്. നമ്മുടെ അനാലിസിസ് എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും റിസ്ക് ടൈറ്റായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. 2000 രൂപ മാത്രമേ പോയിട്ടുള്ളൂ ഈ ഒരു ട്രേഡിൽ. കിട്ടുമായിരുന്നെങ്കിൽ 4000 കിട്ടിയേനെ. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.